ഹായ് ആപ്റ്റിവൻ, ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ജൻ ജൻ കാ ചെഹ്റ ഏക് എന്നുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൻ ജൻ സേ കവി കാ മത്ലബ് ക്യാ ഹോഗ. കവിതയിലെ പല പ്രാവശ്യം എന്താണ് ജൻ ജൻ കാ ചെഹ്റ ഏക് അല്ലെങ്കിൽ ജൻ ജൻ എന്നുള്ള ആ വാക്ക് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കവി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ആൻസർ നോക്കാം. जन जन से कवि का मतलब सामान्य लोग यानी दुनिया के गरीब, पीड़ित और शोषित लोगों से है, चाहे वे किसी भी देश, प्रांत या नगर के हों. അപ്പോൾ ഈ ഒരു കവിതയിൽ ജൻ ജൻ എന്നുള്ളത് കൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് സാമാന്യ ലോഗ്, അതായത് സാധാരണ ജനങ്ങളെ കുറിച്ചിട്ടാണ്. यानी दुनिया के गरीब, പീഡിത് ഓർ ശോഷിത് ലോഗോ സേ ഹെ, അതായത് ദുനിയാക്ക് ലോകത്തിലെ ഗരീബായിട്ടുള്ള ദരിദ്രരായിട്ടുള്ള, പീഡിത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പീഡിപ്പിക്കപ്പെടുന്ന, അതുപോലെ തന്നെ ശോഷിത് എന്ന് വെച്ചാൽ ചൂഷണം ചെയ്യപ്പെടുന്ന, എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്ന ആളുകളെയാണ് കവി ജൻ ജൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചാഹേ വേ കിസി ബി ദേശ്, പ്രാന്ത് യാ നഗർ കെ ഹോ. അപ്പോൾ ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് വരുന്നവരായാലും, ഏത് രാജ്യത്തെയോ ഏത് പ്രദേശത്തെയോ ഏത് നഗരത്തിലെ ആളുകളായാലും, ലോകം മുഴുവൻ ഉള്ള ഇത്തരം ആളുകളെ, അതായത് സാധാരണ ജനങ്ങളെയാണ് കവി ജൻ ജൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെഹരോ പർ പടി ഝുർരിയോ കാ രൂപ് കിസ്കി ഓർ സംഗീത് കർത്താ ഹെ. അപ്പോൾ ചെഹരോ പർ പടി ഝുർരിയോ കാ രൂപ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മനുഷ്യരുടെയും മുഖത്ത് വരുന്ന, ഝുറിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചുളിവുകൾ, റിങ്കിൾസ്, അതിനെയാണ് ഝുറിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ രൂപം ഒരുപോലെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം അത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, എന്തിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പോൾ ആൻസർ നോക്കുകയാണെങ്കിൽ ചെഹരോ പർ പടി ഝുർരിയ ജനതാ കെ കഷ്ട, ദുഃഖ് ഓർ സന്താപ് കെ പ്രതീക് ഹെ. അപ്പോൾ അവരുടെ മുഖങ്ങളിലുള്ള ഈ ചുളിവുകൾ അവരുടെ, അതായത് ഈ ജനങ്ങളുടെ കഷ്ടങ്ങൾ, അതുപോലെ തന്നെ ദുഃഖങ്ങൾ, അവരുടെ സന്താപം എന്ന് വെച്ചാൽ വിഷമം, ഇതിന്റെയൊക്കെ പ്രതീകമാണ്. यह हर देश की आम जनता के चेहरे पर झलकती तकलीफों की ओर संकेत करता है. ഇത് എല്ലാ രാജ്യങ്ങളിലെയും ആം ജനത എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ജനങ്ങളുടെ, ചെഹരെ പർ മുഖത്ത്, ജലക്തി, ജലക്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന, തക്ലീഫോ കി ഓർ സംകേത് കർത്താ ഹെ, അവരുടെ മുഖങ്ങളിലുള്ള അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലുള്ള വിഷമങ്ങളുടെ, തക്ലീഫ് എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടുകൾ അവരുടെ മുഖത്ത് കാണുന്നതാണ് ഈ ചുളിവുകളുടെ രൂപത്തിൽ. അപ്പൊ ജനങ്ങളുടെ ബുദ്ധിമുട്ടിനെയാണ് അദ്ദേഹം ജനങ്ങളുടെ മുഖത്തുള്ള ചുളിവുകൾ എന്ന് പറഞ്ഞിട്ടുള്ളത്, വിവരിച്ചിട്ടുള്ളത്. ओके, कवि ने ऐसा क्यों कहा होगा कि जन जन का चेहरा एक है. കവി എന്തുകൊണ്ടാണ് ജൻ ജൻ കാ ചെഹ്റ ഏക് ഹെ എന്ന് പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ നോക്കുകയാണെങ്കിൽ കവി കെ മത് മേ സാരി ദുനിയ കെ മെഹനത് കഷ് ലോഗോं की समस्याएं, दुख और संघर्ष एक जैसे है. കവി കെ മത് മേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കവിയുടെ അഭിപ്രായത്തിൽ എന്താണ്, സാരി ദുനിയാക്ക് ലോകം മുഴുവനുള്ള, മെഹനത് കഷ് ലോഗോं की समस्याएं, മെഹനത് കഷ് ലോഗ് എന്ന് വെച്ചാൽ സാധാരണ തൊഴിലാളികൾ, അതായത് കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഉണ്ടല്ലോ, ഫിസിക്കൽ ലേബർ ചെയ്യുന്നവര്. അപ്പം അത്തരം ആളുകളുടെ ജീവിതത്തിലെ സമസ്യായി, അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, ദുഃഖങ്ങള്, സംഘർഷങ്ങള്, ഇതൊക്കെ ഏക് ജൈസേ ഹെ, ഒരുപോലെയാണ്. ചാഹേ വേ കിസി ബി ദേശ് കെ ഹോ, അവർ ഏത് രാജ്യത്തെ ആണെങ്കിലും, സബി ഗരീബി, അന്യായ് ഓർ ശോഷൺ സെ പീഡിത് ഹെ, അവരെല്ലാരും എന്താണ്, ഗരീബി, ദാരിദ്ര്യം, അതുപോലെ തന്നെ അന്യായം, അതുപോലെ തന്നെ ശോഷൺ, എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം, ഇതെല്ലാം കൊണ്ട് വലയുന്നവരാണ്. इसलिए कवि को लगता है कि हर व्यक्ति का चेहरा यानी उसका भाव और उसकी व्यथा एक जैसा है. അതുകൊണ്ട് തന്നെ കവിക്കു ലഗ്താ ഹെ, കവിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഹർ വ്യക്തി കാ ചെഹ്റ, ഓരോ വ്യക്തിയുടെ മുഖവും, യാനി എന്തെന്ന് വെച്ചാല് ഉസ്കാ ഭാവ് ഓർ ഉസ്കി വ്യഥ,
മുഖം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മുഖത്ത് വരുന്ന ഭാവങ്ങളും അതുപോലെ തന്നെ അവരുടെ ഉള്ളിലുള്ള വ്യഥ വിഷമവും ഒരുപോലെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ജൻ ജൻ കാ ചെഹ്റ ഏക് ഹെ എന്ന് പറയുന്നത്. അത് ശരിക്കും അവരുടെ മുഖം ഒരുപോലെയാണ് ഇരിക്കുന്നത് എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്, അവരുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപോലെയാണ്, അതുകൊണ്ട് തന്നെ അവരുടെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ ഒരുപോലെയാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൻ ജീവൻ സേ നദി കാ ക്യാ സംബന്ധ് ഹെ. അപ്പൊ ജനങ്ങളുടെ ജീവിതവുമായിട്ട് നദിക്ക് എന്താണ് ബന്ധം എന്നാണ് ചോദിക്കുന്നത്. കാരണം അവസാനത്തെ ഈ ഒരു സ്റ്റാൻസയില് നദികളെയും കൂട്ടിച്ചേർത്തിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് അപ്പൊ അതിന്റെ ആൻസർ നോക്കുകയാണെങ്കിൽ നദി ജീവൻ കാ പ്രതീക് ഹെ. നദി എന്ന് പറയുന്നത് ജീവന്റെ പ്രതീകാണ്. ജിസ് പ്രകാർ നദി ബഹത്തി രഹത്തി ഹെ ഉസി പ്രകാർ ജൻ ജീവൻ ഭി നിരന്തർ ചൽത്താ രഹത്താ ഹെ. എങ്ങനെയാണോ, ജിസ് പ്രകാർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണോ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, ഉസി പ്രകാർ അതുപോലെ തന്നെ അപ്രകാരം തന്നെ ജൻ ജീവൻ ഭി ജനങ്ങളുടെ ജീവിതവും നിരന്തർ ചൽത്താ രഹത്താ ഹെ. എന്താണ്, നിരന്തരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കവിനെ जन जीवन उसके प्रवाह और उसकी परेशानियों को नदी से जोड़ दिया है. കവി എന്താണ് ചെയ്തിട്ടുള്ളത്, ജനങ്ങളുടെ ജീവിതത്തെയും അതിന്റെ പ്രവാഹത്തെ അതിന്റെ ഒഴുക്കിനെയും അതിലെ ബുദ്ധിമുട്ടുകളെയും ഒക്കെ നദിയോട് ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സംബന്ധ് പെഹച്ചാനി ഓർ ജോഡ് കർ ലിഖേ എന്നാണ്. ഇത് തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കുക, എന്നിട്ട് ഇതിനെ തമ്മിൽ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ബോക്സിൽ നദികളുടെ പേരും പിന്നത്തെ ബോക്സിൽ ഏത് രാജ്യത്തിലൂടെ ഒഴുകുന്നതാണെന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗംഗ ഇന്ത്യയിൽ കൂടെയാണ്, ഭാരത്, നീല്, മിശ്ര, ഇറാവതി, മ്യാൻമർ, ആമസൺ, ദക്ഷിൺ അമേരിക്ക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിലും സഹി മിലാൻ കരെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, മാച്ച് ചെയ്യാനാണ്. അപ്പൊ ആദ്യത്തെ ബോക്സിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ ബോക്സിൽ അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് തമ്മിൽ മാച്ച് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. ജനത കി ചെഹരി കി ഝുർറിയ, അത് എന്തിനായിട്ടാണ് മാച്ച് ചെയ്യുന്നത്, ജനത കി വേദന, കവിതേനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഇത് ചോദിക്കുന്നത്. പിന്നെ ബന്ദി ഹുയി മുഠിയ, അത് ജനത കാ വിരോധ്. ജൽത്താ ഹുआ सितारा, जनता का संघर्ष. अपार अकुलाती जिंदगी की धारा, जनता की प्रतीक्षा. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സമാൻ ആശയ വാലി പങ്ക്തിയാ ചുൻകർ ലിഖേ എന്നാണ്. അപ്പൊ താഴെ തന്നിട്ടുള്ളതിനോട് മാച്ച് ചെയ്യുന്ന വരികൾ കവിതയിൽ നിന്ന് എടുത്തെഴുതാനാണ് പറയുന്നത്. അന്യായ് കെ വിരോധ് മേ ആവാസ് ഉഠാനെ വാലോ കാ ലക്ഷ്യ ഏക് ഹെ എന്നാണ് ആദ്യത്തെ സെന്റൻസ് തന്നിരിക്കുന്നത്. അപ്പോ ആ മീനിങ് വരുന്ന വരികൾ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ പേജ് നമ്പർ 48 ലാസ്റ്റ് കൊടുത്തിട്ടുള്ള 2 വരിയാണ്. ജോഷ് മേ യോ താക്കത്ത് സെ ബന്ദി ഹുയി മുഠിയോ കാ ഏക് ലക്ഷ്യ എന്നുള്ളത്. ഇനി അടുത്തത് എന്താണ്, ശോഷിതോ കെ സപ്നോ കാ ജൽത്താ ലാൽ സിതാര ഏക് എന്നുള്ളത്. അപ്പൊ അത് ഏത് വരിയാണെന്ന് നോക്കി നോക്കാം. അത് മൂന്നാമത്തെ സ്റ്റാൻസയിലെ മൂന്നാമത്തെ ലൈനാണ്, ജൽത്താ ഹുआ ലാൽ കി ഭയാനക് സിത്താര ഏക് എന്നുള്ളത്. നെക്സ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യനിലെ ആൻസേഴ്സ് ഫിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതൊരു പദസൂര്യൻ പോലെയാണ് കൊടുത്തിട്ടുള്ളത്. സെന്ററിൽ ജൻ ജൻ കാ ചെഹ്റ ഏക് എന്ന് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് 3 ബ്രാഞ്ച് വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ നോക്കുകയാണെങ്കിൽ ഏഷ്യ, യൂറോപ്പ് ഓർ അമേരിക്ക എന്നാണ് എഴുതിയിട്ടുള്ളത്. സാരേ ഭൂഖണ്ഡ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കവിതേനെ ബേസ് ചെയ്തിട്ട് ഫിൽ ചെയ്യേണ്ടത് തന്നെയാണ്. അങ്ങനെ എല്ലാ സ്ഥലത്തെയും ആളുകളുടെ കഷ്ട ദുഃഖ സന്താപ് ഏക് എന്നുള്ളത് ഒരു ബബിള് തന്നിട്ടുണ്ട്. അപ്പൊ അടുത്തതില് എന്താണ് വരിക, ഇതിവിടെ ആൻസർ കാണിക്കുന്നുണ്ട് കേട്ടോ. ജോഷ് ഓർ സംഘർഷ് കി ഭാവന ഏക് എന്നുള്ളതാണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ആളുകളിലുള്ള ആവേശവും പിന്നെ അതുപോലെ തന്നെ അവരുടെ സംഘർഷത്തിന്റെ ഒക്കെ ഭാവന ഒരുപോലെയാണ് എന്നുള്ളതാണ്. ഭാവന എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ഇമോഷൻ എന്നാണ്. ആളുകളുടെ ഇമോഷൻസ് ഒരുപോലെയാണ്. രണ്ടാമത്തെ ബ്രാഞ്ചിൽ എന്താണ് പറയുന്നത്, ഗംഗ, ഇരാവതി, മീനാം, നീൽ നദി, ആമസൺ ഓർ മിസോറി. അതിൽ നിന്ന് അടുത്ത ബ്രാഞ്ച് വരുന്നത് സാരി സംസ്കൃതിയാണ്. സംസ്കൃതി എന്ന് വെച്ചാൽ കൾച്ചേഴ്സ് എന്നാണ്. അപ്പം അതിൽ നിന്ന് അടുത്തൊരു വിങ് പോകുന്നത് ബഹത്തെ ജീവൻ കി വേദന ഏക് എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്താണ് ഫില്ല് ചെയ്യുക, ബഹത്തി ജിന്ദഗി കി ധാര ഏക്, ജീവിതത്തിന്റെ ഒഴുക്ക് ഒരുപോലെയാണ് എന്നുള്ളതാണ് ഫില്ല് ചെയ്യേണ്ടത്. അടുത്ത ബ്രാഞ്ച് എന്ന് പറയുന്നത് പൃഥ്വി കാ ഗോൽ ധരാത്തൽ എന്നാണ്. അതിനുശേഷം സമ്പൂർണ്ണ ധർത്തി, ഭൂമി മുഴുവനും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്നുള്ള ഡിവിഷൻ എങ്ങനെയാണ് വരിക എന്ന് നോക്കി നോക്കാം. ജനത കാ ദൽ ഏക്, ജനങ്ങളുടെ കൂട്ടം ഒന്നാണ് എന്നുള്ളതാണ് അവിടെ ഫില്ല് ചെയ്യേണ്ടത്. പിന്നീട് ജനത കാ പക്ഷ് ഏക് എന്നുള്ളതാണ്, ജനങ്ങളുടെ പക്ഷം ഒന്നാണ്.
അതാണ് ഇത് ഓരോ സ്റ്റാൻസയിൽ നിന്നും എടുത്ത് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കവിതേനെ ബേസ് ചെയ്തിട്ട് ഫില്ല് ചെയ്തിട്ട് ഉള്ളത് തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് കവിതയുടെ ആശയം നോക്കാം. कवि ने इस कविता में यह बताया है कि चाहे इंसान किसी भी देश, प्रांत या नगर का हो, सबके जीवन में दुख, कष्ट और संघर्ष समान है. കവി ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചാഹെ ഇൻസാൻ കിസി ബി ദേശ്, പ്രാന്ത് യാ നഗർ കാ ഹോ, ജനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മനുഷ്യർ ഏതൊരു ദേശത്തിലെയോ ഏതൊരു പ്രാന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രദേശം, അതുപോലെ തന്നെ ഏത് നഗരത്തിലെയോ ആയിക്കൊള്ളട്ടെ, സബ്കെ ജീവൻ മേ, എല്ലാവരുടെ ജീവിതത്തിലും ദുഃഖം, കഷ്ടം, അതുപോലെ തന്നെ സംഘർഷം ഇതെല്ലാം സമാനമായിട്ടാണ് ഉള്ളത്. ചാഹെ ഏഷ്യ ഹോ, യൂറോപ്പ് ഹോ യാ അമേരിക്ക, സബി ഗലിയോ മേ വഹി പീഡ और वही धूप है जो हर देश के श्रमिक वर्ग महसूस करते हैं. ഏഷ്യ ആയാലും യൂറോപ്പ് ആയാലും അമേരിക്ക ആയാലും സബി ഗലിയോമേ, എല്ലാ സ്ട്രീറ്റ്സിലും വഹി പീഡ ഓർ വഹി ധൂപ് ഹെ, അതേ പീഡ എന്താണ്, അതേ വേദനയും അതുപോലെ തന്നെ അതേ വെയിലും തന്നെയാണുള്ളത്. ജോ ഹർ ദേശ് കെ ശ്രമിക് വർഗ് മെഹസൂസ് കർത്തേ ഹെ, അത് ഏത് രാജ്യത്തെ ആയാലും ശ്രമിക് വർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഈ തൊഴിലാളി വർഗം എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലെയുള്ള വെയിലും വേദനയും ഒക്കെ തന്നെയാണ്. അതായത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇത്തരം ആളുകൾ ഒരേപോലെയുള്ള വേദനയും ബുദ്ധിമുട്ടും തന്നെയാണ് സഹിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. ഉൻകെ ചെഹരോ പർ പടി ഝുറിയ മെഹനത്, ഥകാൻ ഓർ തക്ലീഫോ കി പെഹചാൻ ഹെ, അവരുടെ മുഖത്തുള്ള ആ ചുളിവുകൾ, ഝുറിയ എന്താണ് സൂചിപ്പിക്കുന്നത്? അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മെഹനത്, കഠിനാധ്വാനം, ഥകാൻ ക്ഷീണം, അതുപോലെ തന്നെ തക്ലീഫ് ബുദ്ധിമുട്ടുകൾ, ഇവയുടെ ഒക്കെ പെഹചാൻ എന്ന് വെച്ചാൽ ഐഡന്റിറ്റി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ അവരുടെ മുഖത്തുള്ള ചുളിവുകൾ അവരുടെ ജീവിതത്തിലെ മെഹനത്ത്, ഥകാൻ, തക്ലീഫ് ഈ മൂന്ന് കാര്യങ്ങളെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. കവി कहता है कि सभी लोगों का जोश और विरोध की भावना एक जैसे है. കവി പറയുന്നത് എല്ലാ വ്യക്തികളിലുമുള്ള ആവേശം, ജോഷ്, അതുപോലെ തന്നെ വിരോധ് കി ഭാവന, എതിർപ്പിന്റെ ആ മനോഭാവം, ഇതൊക്കെ ഒരുപോലെയാണ് ഉള്ളത്. ശോഷൺ കെ വിരുദ്ധ പൂരി ധർത്തി പർ ജനതാ കാ ദൾ ഏക് ഹെ ഓർ ഉസ്കാ ലക്ഷ്യ ബി ഏക് ഹെ. അപ്പോ ശോഷൺ കെ വിരുദ്ധ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ എക്സ്പ്ലോയിറ്റേഷന് വിരുദ്ധമായിട്ട്, ചൂഷണത്തിന് വിരുദ്ധമായിട്ടുള്ള പൂരി ധർത്തി പർ, ഈ ലോകത്തിൽ മുഴുവനുള്ള ജനങ്ങളുടെ, ജനതാ കാ ദൾ എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ആ ഒരു കൂട്ടം, ഏക് ഹെ ഒന്നാണ്, അതുപോലെ തന്നെ അവർക്കുള്ള ലക്ഷ്യവും ഒന്നാണ്. कवि ने गंगा, इरावती, मीनाम, नील, अमेज़न और मिसौरी जैसी नदियों को जीवन की वेदना और प्रवाह का प्रतीक माना है. कवि गंगा, ഇറാവതി, മീനാം, നീല്, അതുപോലെ തന്നെ ആമസൺ ആൻഡ് മിസോറി തുടങ്ങിയ നദികളെ ജീവിതത്തിലെ വേദനയുടെ പ്രവാഹമായിട്ടാണ് അല്ലെങ്കിൽ അതിന്റെ പ്രതീകമായിട്ടാണ് കണ്ടിട്ടുള്ളത്. ये सभी नदियां अलग अलग देशों में बहती है पर इनमें बहती जीवन की धारा एक है. ഈ നദികളെല്ലാം പല പല രാജ്യങ്ങളിലൂടെ ഒഴുകുന്നതാണ്. ബഹന എന്ന് വെച്ചാൽ ഒഴുകുക, അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പല രാജ്യങ്ങളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികളാണെങ്കിലും ഇവയിലുള്ള ജീവൻ കി ധാര, ജീവിതത്തിന്റെ ഒഴുക്ക് ഒരുപോലെയാണ്. कवि के अनुसार हर जगह की जनता के दुख, आशाएं और संघर्ष एक जैसे है. അപ്പോൾ കവിയുടെ കാഴ്ചപ്പാടില് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഏത് രാജ്യത്തിലെ ആയാലും അവിടുത്തെ ജനങ്ങളുടെ ദുഃഖങ്ങളും ആശായ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതീക്ഷകളും അതുപോലെ തന്നെ സംഘർഷങ്ങളും ഒരുപോലെയാണ്. इसलिए कवि को लगता है कि संपूर्ण पृथ्वी और मानवता का चेहरा एक है, जन जन का चेहरा एक है. അതുകൊണ്ട് തന്നെ കവിക്കോ लगता है, കവിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സമ്പൂർണ്ണ പൃഥ്വി, ഈ ഒരു ലോകം മുഴുവനും, ഈ ഭൂമി മുഴുവനും, पर മാനവത കാ ചെഹര, ഈ ലോകത്ത് മുഴുവനുള്ള മാനവത, മനുഷ്യത്വത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യരുടെ ചെഹര, മുഖം ഒരുപോലെയാണ്. ജൻ ജൻ കാ ചെഹര ഏക് ഹെ, ഓരോ ജനങ്ങളുടെയും മുഖം ഒരുപോലെയാണ് എന്നാണ് കവിക്ക് തോന്നുന്നത്. അപ്പൊ ഇത്രയാണ് ഈ ഒരു കവിതയുടെ ആശയം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ watching the video.